നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന നാളെ രാവിലെ കളിക്കാനിറങ്ങിയാണ് 7:30. എതിരാളികൾ ജോർദനാണ്. ഓൾറെഡി റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഏത് പൊസിഷനിൽ ആർക്കെതിരെ കളിക്കുന്നൊക്കെ ഉറപ്പായതിനു ശേഷം കളിക്കുന്നൊരു കളിയായതുകൊണ്ട് നോക്കൗട്ട് സ്റ്റേജിന് മുമ്പ് തങ്ങളുടെ താരങ്ങളെയൊക്കെ പരീക്ഷിക്കാനുള്ളൊരു അവസരമായിട്ട് തന്നെയാണ് കോച്ച് ഇതിനെ കാണുന്നത്. ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലേക്ക് ഇറങ്ങുമോ എന്ന് കോച്ച് ഓൾറെഡി കൺഫേം ചെയ്ത് കഴിഞ്ഞൊരു കളിയാണ്. പക്ഷേ ജോർദാനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അർജൻറ്റീനയ്ക്കെതിരെ ഒന്ന് പോരാടി നോക്കണം. അറ്റ്ലീസ്റ്റ് അർജൻറ്റീനയെ ഒരു സമനിലയിലെങ്കിലും പിടിക്കണം. അതിനവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് തരത്തിലുള്ളൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് ലയണൽ സ്കലോനി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്രിഡിക്റ്റ് ചെയ്യുകയുണ്ടായി. അർജൻറ്റീൻ കോച്ച് പറഞ്ഞത് ജോർദാൻ ഒരു മികച്ച ഓപ്പണൻ്റാണ്. ജോർദാൻ ഈസ് എ ഗുഡ് ഓപ്പണൻറ്റ്. ഞങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബോൾ കൈവശം വെക്കുക, പൊസഷൻ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് കളിയിൽ ആധിപത്യം പിടിക്കുക എന്നുള്ളതാണ്. അതായത് റൈവൽ ഫോർവേഡ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതുപയോഗിച്ച് സ്പേസ് ഉണ്ടാക്കി വളരെ ക്വിക്കായിട്ട് നീക്കങ്ങൾ നടത്തുക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. പക്ഷേ ജോർദാൻ സാധാരണഗതിയിൽ 5 ഡിഫൻഡേഴ്സിനെ വെച്ച് കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ്ലി നമുക്ക് മൂവ് ചെയ്യേണ്ടി വരും. അതായത് ബാക്ക് 4 വെച്ചിട്ടാണ് അവർ കളിക്കുന്നതെങ്കിൽ നമ്മൾ കളിക്കുന്ന രീതിയിലാവില്ല. ഇപ്പം ബാക്ക് 5 വെച്ചാണ് അവർ കളിക്കുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആക്കി എടുക്കാൻ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും. ഏതായാലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഇല്ലാതെ സിസ്റ്റത്തിൽ വേണ്ടി വന്നാൽ ഞങ്ങൾ മോഡിഫൈ ചെയ്യും എന്നുകൂടി കോച്ച് ലയണൽ സ്കലോനി പറയുന്നു. ചുരുക്കത്തിൽ എല്ലാറ്റിനും റെഡിയായിട്ട് നല്ല ഡിഫെൻസീവായിട്ട് എതിരാളികൾ നിൽക്കാൻ സാധ്യതയുള്ളൊരു കളിയായിട്ടാണ് അദ്ദേഹം ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ജോർദാൻ ഒരു ഫൈറ്റ് തരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഒരു ഫൈറ്റിംഗ് മാച്ച് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ബോൾ പൊസിഷൻ കൈവശം വെച്ചുകൊണ്ട് അർജൻറ്റീന എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുകൂടി കോച്ച് വ്യക്തമാക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.